ഇരു ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഫെബ്രുവരി 28-ന് മരണത്തിന്റെ വക്കോളം എത്തിയെന്ന് വെളിപ്പെടുത്തൽ. ന്യൂമോണിയ ബാധിതനായി 38 ദിവസം റോമിലെ ജെമലി ആശുപത്രിയിൽ കഴിയവേ ഫ്രാൻസിസ് മാർപ്പാപ്പ മരണത്തിന്റെ വക്കിലെത്തിയിരുന്നുവെന്ന് ഡോക്ടർ സെർജിയോ ആൽഫീരിയോസ് ആണ് വിശദീകരിക്കുന്നത്. ചികിത്സ നിർത്തി അദ്ദേഹത്തെ സമാധാനത്തോടെ മരിക്കാൻ വിടുന്ന കാര്യം ഡോക്ടർമാർ ആലോചിച്ചിരുന്നുവെന്നും ആൽഫിയോരി പറഞ്ഞു. ഇറ്റലിയിലെ കൊറിയറെ ഡെലാ സെറ പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പാപ്പായെ ചികിത്സിച്ച സംഘത്തിന്റെ തലവനായിരുന്ന ആൽഫിയേരി മനസ്സ് തുറന്നത്. ഛർദ്ദിക്കുമ്പോൾ ശ്വാസം കിട്ടാതെ വരുന്നത് പതിവായതോടെ മാർപ്പാപ്പ അതിജീവിക്കില്ലെന്ന് കരുതി. എന്നാൽ വർഷങ്ങളായി പാപ്പയ്ക്കൊപ്പമുള്ള നഴ്സ് മാസി മിലിയാനോ സ്ട്രാപ്പെറ്റി എല്ലാ വഴിക്കും ശ്രമിക്കൂ, കൈവിടരുത് എന്ന സന്ദേശം അയച്ചതോടെ സാധ്യമായ സകല ചികിത്സകളും മരുന്നുകളും നൽകി പരീക്ഷിച്ചു. വൃക്കകളും മജ്ജയും വരെ തകരാറിലാക്കാനുള്ള തീവ്രമായ മരുന്നുകളാണ് 88-കാരനായ പാപ്പയ്ക്ക് നൽകിയത്. വൈകാതെ അദ്ദേഹത്തിന്റെ ശരീരം മരുന്നുകളോട് പ്രതികരിച്ചു. ന്യൂമോണിയ ബാധിച്ച 2 ശ്വാസകോശങ്ങളിലെയും അണുബാധ കുറഞ്ഞു. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 10ാം നിലയിലെ മുറിയിൽ നിന്ന് പുറത്തു നിൽക്കുന്ന വിശ്വാസികളെ അഭിവാദ്യം ചെയ്യാൻ വെള്ളക്കുപ്പായമിട്ട് വീൽചെയറിൽ പുറത്തേക്ക് നീങ്ങുന്ന മാർപ്പാപ്പയെ കണ്ട നിമിഷത്തിൽ താൻ വികാരാധീനനായെന്ന് ആൽഫിയേരി പറഞ്ഞു. ഞായറാഴ്ചയാണ് മാർപ്പാപ്പ ആശുപത്രിയിൽ നിന്ന് വത്തിക്കാനിലേക്ക് മടങ്ങിയത്.